ഹലോ നമസ്കാരം. സാധാരണ കുക്കിംഗ് വീഡിയോയും മറ്റുള്ള വീഡിയോ ആയിട്ട് വന്നവൻ ഇവനെന്നടാ ജീവനുള്ള മീനിനെ കാണിച്ചുകൊണ്ട് തുടങ്ങണമെന്ന് ചിന്തിക്കേണ്ട. കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലെ മീനിനെ വളർത്തുന്ന ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണ പരിപാടിയായിട്ടേ കാണണേ. എന്നാൽ പിന്നെ ടാങ്ക് ക്ലീനിങ് ആയിക്കോട്ടെ, പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലത്തെ പരിപാടിയാട്ടോ. അപ്പോൾ ചെറിയൊരു ഓസ് ഇട്ട് വെള്ളം വലിച്ചെറിയാൻ വേണ്ടി പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാനും വാപ്പായും. ഉമ്മ പുറയിൽ നിന്ന് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ആ ഓസിൻ്റെ അറ്റത്തൊരു കല്ലൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കണ വാപ്പ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വാപ്പ വെള്ളം മാറാറുണ്ടെന്ന്. അങ്ങനെ ഫിഷ് ടാങ്കിലെ വെള്ളം നേരെ തെങ്ങിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വളമാണ്, അതാണ് ഇതാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തെങ്ങ് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ വാപ്പ കൊല്ലി പിടിച്ച് ഞെക്കുകയും ചെയ്യും. അങ്ങനെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ കഴിക്കാനുള്ള മീനിൻ്റെ വേസ്റ്റ് അവിടെ കൊത്തി നുറുക്കി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാപ്പ അപ്പോഴത്തേക്ക് ഒരു പൈപ്പിൻ്റെ അറ്റത്ത് കുറേ തുണി കഷ്ണമൊക്കെ വെച്ച് കെട്ടി ടാങ്കിൻ്റെ സൈഡിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉരച്ച് കഴുകുന്ന രംഗാട്ടേ കാണണേ. ഇത് ലോ ലെവൻ ഫ്രീ ആയിട്ട് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടേ നൈസായിട്ട് ഉരയ്ക്കണ മാതിരി കാണിച്ചാട്ടെ. ചേട്ടൻമുള്ളിൽ മൊബൈൽ കൊടുത്തിട്ട് അനിയൻമുള്ളി ചെയ്ത പരിപാടിയാന്നേ, അവനാ ചെയ്യുന്നറിയിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നേരെ അടക്കളപ്പുറത്ത് നേരെ കുടിയിലേക്കൊന്ന് കയറിപ്പോയി. കുടിയിൽ ചെറിയൊരു പ്ലാവുന്തയും മാവുന്തയും ഒരു ചോട് ഏലത്തിൻ്റെ ചോടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി ചെന്ന് നോക്കിയിപ്പോണ്ട് ഏലത്തിൻ്റെ ചോട് കംപ്ലീറ്റ് പൊതയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പൊതയുടെ അടിയിൽ കംപ്ലീറ്റ് ഉറുമ്പും കയറിയിരുന്നു. മാത്രമല്ല ആ നടന്നല്ലേ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്ന പെട പുള്ളിക്കാരി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കൂടെ അതിൻ്റെ ചോട്ടിൽ പോയി മാന്തി പൊളിച്ചാകെ നാശാക്കിയിരുന്നു. എന്നാൽ പിന്നെ ചോട് മാന്തി പൊളിക്കാതിരിക്കട്ടെ എന്ന് എഴുതിയിട്ട് കുറേ നാരകത്തിൻ്റെ കമ്പ് അവിടെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കുത്തിയിട്ട് അതിൻ്റെ പരിപാടി, കോഴി അങ്ങോട്ട് കയറുന്ന മാന്തണ പരിപാടി, അത് അങ്ങ് നിർത്താൻ വേണ്ടി കഴിക്കുന്ന പരിപാടിയായിട്ടേ കാണുന്ന വാക്കത്തിയുടെ മാട് വെച്ച് വെട്ടി കുറ്റി ഉറപ്പിച്ചതാട്ടാ. അങ്ങനെ ഓരോ പണികളൊക്കെ ആയിട്ട് പയ്യ അതിലേലും നടന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെന്നിട്ട് നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ പറ്റി തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പറ്റിച്ചേക്കാന്ന് എഴുതി അടുത്ത പരിപാടി എന്നാ നോക്കിയപ്പോഴാണ് വാപ്പ പറയണേ അതിൻ്റെ മുകളിൽ വലയുണ്ട്. ആ വലയെടുത്ത് ടാങ്കിൻ്റെ വാവട്ടത്തിൽ കയറ് വെച്ച് കെട്ടിയിട്ട് നമുക്ക് ടാങ്ക് അങ്ങോട്ട് ചെരിച്ച് കളയാമെന്ന്. ടാങ്ക് പൊട്ടിപ്പോ വാപ്പാന്ന് ചോദിച്ചപ്പോ ഇല്ലട മോനെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വലയെടുത്തിട്ട് കെട്ടി കയറ് വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുവാട്ടോ. ഈ സമയം മൊത്തം നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇളയ സന്താനമായ സഫ്വാനാട്ടോ, പുള്ളിയാട്ടോ ക്യാമറമാൻ. മൂത്തവൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് എല്ലാ കാര്യത്തിലും നിൽക്കേണ്ടത് കണ്ടോ. കിടക്കണ ഓസൊക്കെ മാറ്റിയിട്ട് പുള്ളി ടാങ്ക് മറിക്കാൻ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനും അവനും കൂടെ കൂടിയിട്ട് ടാങ്ക് മറിക്കണേ. മൂത്തവൻ്റെ പേര് സ്വാലിഹ് നട്ടോ, മുഹമ്മദ് സ്വാലിഹ്. അങ്ങനെ ടാങ്കിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം ടാങ്കിൻ്റെ വാവട്ടത്തിലേക്ക് ഒരു വലയം വെച്ച് കെട്ടിയിട്ട് നമ്മൾ വെള്ളം ആ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ അവിടെ തന്നെ മറിക്കുവാട്ടോ. ടാങ്കിൻ്റെ വക്ക് ഇങ്ങനെ പളങ്ങിയിരിക്കണ കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പൊട്ടിപ്പോകുമെന്ന്. പടശവും കാത്തു പൊട്ടിയില്ല. പൊട്ടിയിരുന്നെങ്കിൽ വാപ്പ കൊല്ലി പിടി ഞെക്കിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കെന്നിലേക്ക് എടുത്തിട്ട് തന്നെ. അങ്ങനെ നമ്മുടെ ഏകദേശം സൈസ് എത്തിയ നമ്മുടെ മീനുകളെല്ലാം അവിടെ കിടന്ന് തല്ലിപ്പടിച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് അവർ തന്നെ തള്ളിച്ചാടിച്ച് കളയണ്ടിട്ടാ. ഇതാട്ടോ നമ്മുടെ മോൺസ്റ്റേഴ്സ്. ലവന്മാരങ്ങനെ എന്താ പറയുക, ആക്രമണകാരികളൊന്നും അല്ല കേട്ടോ, ശുദ്ധ പാവങ്ങളാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് തീറ്റ മേടിച്ചു കൊടുന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ മറ്റേ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക ലിവർ ഇട്ട് കൊടുക്കും. അതേപോലെ മീൻ മേടിക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റുകളെല്ലാം കഷ്ണം തന്നെ നുറുക്കി മുള്ളില്ലാത്ത രീതിയിലേക്ക് ഇട്ട് കൊടുത്ത് വളർത്ത് തീറ്റിക്കണം കേട്ടോ. മറ്റേ ലൈവ് ഫീഡൊന്നും കൊടുക്കുന്നില്ല. ലൈവ് ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിച്ച് പൊരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പല്ലിയും പാറ്റേനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോശമല്ലെന്ന് ഓർത്തിട്ട്. അപ്പോൾ അത് അങ്ങനെ ടാങ്കിലെ പരിപാടികളൊക്കെ കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് മോട്ടർ അടിച്ച് വെള്ളം പിടിക്കും കേട്ടോ. വെള്ളം പിടിച്ചിട്ട് ഞാൻ കുറേ നേരം വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ കൈയിട്ടൊക്കെ അനക്കിയൊക്കെ നോക്കി. ഉമാർ ആരെങ്കിലും മുകളിലേക്ക് പൊങ്ങി ഓരോ കൈയുടെ അടുത്തേക്ക് വരുമോ, ഫീഡ് എടുക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. എവിടെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അവന്മാർക്കില്ല. കാരണം ആണ്ടിലും കൊല്ലത്തിലും വീട്ടിൽ ചെന്നിട്ട് രാവിലെ ചെന്നിട്ട് വൈകിട്ട് തിരിച്ചു വന്നി എന്നെ ഉമ്മാർ എങ്ങനെ തിരിച്ചറിയും? തീറ്റ ഉടക്കണ പിള്ളേരെ ഉമ്മാനും വാപ്പാനും പെണ്ണുപിള്ളേനും അല്ലാണ്ട് ഇവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ കുറേ നേരം കൈ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ കൈ അഴിച്ചപ്പോൾ ഞാനത് നിലത്തേക്ക് ഇട്ടത് അറിയാണ്ട് ടാങ്കിൻ്റെ അടിയിലേക്ക് ചെന്നതും ലെവൻ അത് വെട്ടിക്കൊണ്ടുപോയി. എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് കളിപ്പിച്ച് നോക്കാൻ, കയ്യിലിരിക്കുന്ന സാധനം ഇവന്മാർ തിന്നോന്നറിയാലോ എഴുതി വീണ്ടും കുറേ നേരം കൂടെ പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തോടെയൊക്കെ വന്നു പോകണില്ലാണ്ട് എവിടെ ലെവന്മാർ നീയൊക്കെ എത്ര തലയും കുത്തി മറിഞ്ഞാലും പുന്നാര മോനെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പച്ച വെള്ളം കുടിക്കൂല എന്ന് പറഞ്ഞ മാതിരി കേട്ടോ. എന്നാൽ പിന്നെ തിന്നോ ഇല്ലയൊന്നും അറിയാമെന്നായിരുന്നു. ഞാൻ നിന്നു ലാസ്റ്റ് നിന്ന് കുമ്പിട്ട് നിന്ന് നടുവേദന എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യ അത് കീപ്പോട്ടൊക്കെ ഇട്ട വഴിക്കതേ വത്തം വന്ന് എടുത്തുകൊണ്ടുപോയി. എന്നാൽ പിന്നെ നമ്മൾ കൈ പിടിക്കണോണ്ടായിരിക്കുമാർ തിന്നാത്തേന്ന് എഴുതി ടാങ്കിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് എഴുതി ഇട്ട് കൊടുക്കേണ്ട താമസം കൊണ്ടുപോകണം ചറപറാന്ന് കൈ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുത്തിനും വേണ്ട വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചറപറാന്ന് തിന്നുന്നുണ്ട്. ഇത് കണ്ടോ
നമ്മളെ പേടിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ ലൈവ് ഫീഡ് കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കഴിക്കാത്തത്. കണ്ട കീപ്പോട്ടേക്ക് ഇടേണ്ട താമസം അടുത്തവൻ ഒറ്റ വരവ് ഇങ്ങോട്ട് വരും, പോണത് കാണൂലാന്ന്. ഇതിപ്പോൾ ഇട്ടുകൊടുത്ത ആരും കണ്ടിട്ടില്ല കേട്ടോ. ഇമാർ കണ്ണുവട്ടന്മാരാണെന്നുള്ളത് സംബന്ധിച്ച് ഇമാർക്ക് തന്നെ കണ്ണ് കാണൂല എന്നുള്ള ചോദ്യം ചോദിച്ച് നിന്നതറിയാണ്ട് ദേ വന്നു കൊണ്ടുപോയി.